നമസ്കാരം. ഞാൻ രേഷ്മ. ഇതെന്റെ പുതിയ യൂട്യൂബ് ചാനലാണ്. ഇതിൽ ഞാൻ കൂടുതലായും രാഷ്ട്രീയ വാർത്തകളും വിശകലനങ്ങളും ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എനിക്ക് ആവശ്യമാണ്. സോ നിങ്ങൾ എന്റെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പറയുമ്പോഴെന്താ ഞങ്ങൾ സ്ത്രീകളുടെ ഉന്നമനത്തിനായി ബില്ല് വരെ പാസ്സാക്കി. ആഹാ, കേൾക്കുമ്പോൾ തന്നെ തോന്നും കേന്ദ്ര സർക്കാർ എത്രത്തോളം പ്രോഗ്രസീവ് ആണ്. പക്ഷേ ഒന്ന് ഇരുത്തി ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും, വനിതാ സംവരണ ബില്ല് എന്നത് വെറും പൊള്ളയാണ്, പിന്നിൽ വലിയ ദുരുദ്ദേശങ്ങളാണ് ഉള്ളതെന്ന്. വനിതാ സംവരണ ബില്ലൊക്കെ പാസ്സാക്കാം, പക്ഷേ അതിനു മുൻപേ മറ്റു ചില വ്യവസ്ഥകൾ കൂടി പാലിക്കപ്പെടണമെന്നാണ് കേന്ദ്രത്തിന്റെ പക്ഷം. വനിതാ സംവരണ ബില്ല് പാസ്സാക്കണമെങ്കിൽ മണ്ഡല പുനർനിർണയം കൂടി നടത്തണമെന്നാണ് കേന്ദ്രത്തിന്റെ ആവശ്യം. അതിനു മുൻപേ സെൻസസ് കൂടി നടത്തണം. 2021 നടക്കേണ്ടിയിരുന്ന സെൻസസ് കോവിഡിന്റെ പേരിൽ സർക്കാർ നടത്തിയിരുന്നില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ അടുത്ത സെൻസസ് 2031 മറ്റോ ആവും നടക്കുക. അങ്ങനെ വരികയാണെങ്കിൽ 2039 പൊതു തെരഞ്ഞെടുപ്പിൽ മാത്രമേ സ്ത്രീകൾക്ക് ഈ സംവരണം ലഭിക്കാൻ സാധ്യതയുള്ളൂ. അതായത് ഇനിയും 15 വർഷത്തോളം കാത്തിരിക്കേണ്ടി വരുമെന്ന് സാരം. സത്യത്തിൽ ഈ വനിതാ സംവരണ ബില്ല് എന്നത് ഇപ്പോൾ ഒരു പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് പോലെയാണ്. അതായത് കയ്യിൽ കിട്ടിയിട്ടുണ്ട്, പക്ഷേ അത് എന്ന് മാറാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരമില്ല. ബില്ലിലെ വ്യവസ്ഥകൾ പ്രകാരം ഇത് നടപ്പിലാകണമെങ്കിൽ 2 കടമ്പകൾ കൂടി കടക്കണം. ഒന്ന്, പുതിയ സെൻസസ്. 2, മണ്ഡല പുനർനിർണയം. 2021 നടക്കേണ്ടിയിരുന്ന സെൻസസ് ഇതുവരെ നടന്നിട്ടില്ല. ഇനി അത് നടന്നാൽ തന്നെ മണ്ഡലങ്ങളുടെ അതിർത്തി നിശ്ചയിക്കുന്ന സങ്കീർണമായ നടപടികൾ പൂർത്തിയാക്കാൻ വർഷങ്ങളെടുക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ 2024 തെരഞ്ഞെടുപ്പിൽ ഇത് നടപ്പിലായില്ല. 2029 ഇതിന് സാധ്യത കുറവാണ്. ഒരുപക്ഷെ 2034 2039 മാത്രമേ ഇന്ത്യൻ പാർലമെന്റിൽ 33% സ്ത്രീകളെ നമുക്ക് കാണാൻ സാധിക്കൂ. മണ്ഡല പുനർനിർണയത്തിന്റെ പിന്നിലെ ദുരുദ്ദേശം ഒന്ന് ചികഞ്ഞു നോക്കാം. ഭരണഘടനയുടെ 82ാം അനുച്ഛേദം അനുസരിച്ച് ഓരോ സെൻസസിന് ശേഷവും മണ്ഡലങ്ങൾ പുനർനിശ്ചയിക്കണം. എന്നാൽ ജനസംഖ്യ നിയന്ത്രിക്കുന്നതിൽ മികച്ച വിജയം കൈവരിച്ച കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളെ രാഷ്ട്രീയമായി ശിക്ഷിക്കാതിരിക്കാൻ 1976 ഇന്ദിരാഗാന്ധിയും 2001 വാജ്പേയിയും ഈ നടപടി മരവിപ്പിച്ചു നിർത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ മോദി സർക്കാർ ഈ സുരക്ഷാ കവചം എടുത്തു മാറ്റാൻ പോവുകയാണ്. വനിതാ സംവരണം നടപ്പിലാക്കണമെങ്കിൽ മണ്ഡല പുനർനിർണയം വേണമെന്ന വിചിത്രമായ വാദമാണ് സർക്കാർ ഉയർത്തുന്നത്. സത്യത്തിൽ വനിതാ സംവരണം നടപ്പിലാക്കാൻ ഒരു സെൻസസിന്റെയോ മണ്ഡല പുനർനിർണയത്തിന്റെയോ ആവശ്യമില്ല. ഭരണഘടനയിലെ ഒരു ചെറിയ വരി ഭേദഗതി ചെയ്താൽ നാളെ മുതൽ സ്ത്രീകൾക്ക് സംവരണം നൽകാം. പക്ഷേ സർക്കാർ അത് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് അവർ ഇതിനെ മണ്ഡല പുനർനിർണയവുമായി കൂട്ടിക്കിട്ടുന്നത്? അവിടെയാണ് രാഷ്ട്രീയ ചതി ഒളിഞ്ഞിരിക്കുന്നത്. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 543 നിന്ന് 850 ഉയർത്താനാണ് നീക്കം. ഇത് കേൾക്കുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും സീറ്റ് കൂടുമല്ലോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ ശതമാനക്കണക്കിൽ നോക്കിയാൽ ദക്ഷിണേന്ത്യ വട്ടപൂജ്യമാകും. നിലവിൽ 1971 സെൻസസ് ആണ് സീറ്റ് നിശ്ചയിക്കാൻ ഉപയോഗിക്കുന്നത്. എന്നാൽ പുതിയ ബില്ലിൽ നിന്ന് 1971 എന്ന വർഷം സർക്കാർ തന്ത്രപരമായി ഒഴിവാക്കി. പകരം ലഭ്യമായ ഏറ്റവും പുതിയ സെൻസസ് 2011 മാനദണ്ഡമാക്കാൻ പോകുന്നു. ഇതുവഴി ജനസംഖ്യ കുത്തനെ കൂടിയ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് സീറ്റുകൾ വാരിക്കോരി നൽകും. ആനുപാതികമായ കണക്കെടുത്താൽ തമിഴ്നാടിന് 11 സീറ്റുകളും കേരളത്തിന് 8 സീറ്റുകളും ആന്ധ്രാപ്രദേശിന് 5 സീറ്റുകളും നഷ്ടപ്പെടും. അതായത് ജനസംഖ്യ നിയന്ത്രിക്കണമെന്ന സർക്കാരിന്റെ നയം കൃത്യമായി പാലിച്ചതിന് നമുക്ക് കിട്ടുന്ന ശിക്ഷ നമ്മുടെ രാഷ്ട്രീയ സ്വാധീനം ഇല്ലാതാക്കുക എന്നതാണ്. ഡൽഹിയിൽ ആര് ഭരിക്കണമെന്ന് ഇനി ഉത്തർപ്രദേശും ബീഹാറും മാത്രം തീരുമാനിക്കുന്ന അവസ്ഥ വരും. BJPക്ക് ശക്തമായ സ്വാധീനമുള്ള ഹിന്ദി ബെൽറ്റിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ ദക്ഷിണേന്ത്യയുടെ പിന്തുണയില്ലാതെ തന്നെ രാജ്യം ഭരിക്കാമെന്ന ഹീനമായ തന്ത്രമാണ് ഇതിനു പിന്നിൽ. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറഞ്ഞതുപോലെ ഇത് ദക്ഷിണേന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു പിഴയാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ജനസംഖ്യ നിയന്ത്രിക്കാതിരുന്നതിന് അവർക്ക് കൂടുതൽ സീറ്റുകൾ നൽകി സർക്കാർ സമ്മാനം നൽകുന്നു. ഇത് വെറുമൊരു രാഷ്ട്രീയ പ്രശ്നമല്ല, മറിച്ച് രാജ്യത്തിന്റെ ഐക്യത്തെ ബാധിക്കുന്ന ഗൗരവകരമായ വിള്ളലാണ്. ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും തമ്മിലുള്ള ഈ അകൽച്ച നാളെ ഇന്ത്യയുടെ അഖണ്ഡതയെ തന്നെ ബാധിച്ചേക്കാം. മറ്റൊരു പ്രധാന കാര്യം ജെറിമാൻഡറിംഗ് ആണ്. അതായത് ഭരണകക്ഷിക്ക് അനുകൂലമായ രീതിയിൽ മണ്ഡലങ്ങളുടെ അതിർത്തികൾ മാറ്റിവരയ്ക്കുക. ജമ്മു കാശ്മീരിൽ നമ്മളിത് കണ്ടതാണ്. അവിടെ കാശ്മീർ താഴ്വരയിൽ ജനസംഖ്യ കൂടുതലായിരുന്നിട്ടും BJPക്ക് സ്വാധീനമുള്ള ജമ്മുവിൽ സീറ്റുകൾ വർദ്ധിപ്പിച്ചു. ഇതേ മാതൃക ഇന്ത്യയിൽ ഉടനീളം നടപ്പിലാക്കാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ഡല പുനർനിർണയ കമ്മീഷന്റെ തീരുമാനങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്ന ഭരണഘടനാ പരിരക്ഷ BJP ദുരുപയോഗം ചെയ്യുകയാണ്. എന്നാൽ 2024 സുപ്രീം കോടതി വിധി അനുസരിച്ച് ഇത്തരം തീരുമാനങ്ങൾ ഏകപക്ഷീയമാണെങ്കിൽ കോടതിക്ക് ഇടപെടാൻ കഴിയും. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഈ ഒരു നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കേണ്ടി വരും.
ലോക്സഭാ സീറ്റുകൾ 850 ഉയർത്തിയാൽ അത് രാജ്യത്തിന് വലിയ സാമ്പത്തിക ബാധ്യതയും ഉണ്ടാക്കും. കൂടുതൽ MP-മാർ വരുമ്പോൾ അവരുടെ ശമ്പളം, ആനുകൂല്യങ്ങൾ, മന്ത്രിമാരുടെ എണ്ണത്തിലുള്ള വർധനവ് എന്നിവയെല്ലാം സാധാരണക്കാരന്റെ നികുതി പണമാണ്. വലിയൊരു പാർലമെന്റ് പണിതുകൊണ്ട് മാത്രം നല്ല നിയമങ്ങൾ ഉണ്ടാകണമെന്നില്ല. ഗുണനിലവാരമുള്ള ചർച്ചകളാണ് പാർലമെന്റിൽ നടക്കേണ്ടത്. അല്ലാതെ അംഗങ്ങളുടെ എണ്ണം കൂട്ടി ബഹളം വെക്കുകയല്ല വേണ്ടത്. BJP ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന 50% സീറ്റ് വർധനവ് എന്ന ഫോർമുല എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെ ബാധിക്കുമെങ്കിലും ഇതിന്റെ അന്തിമ ലാഭം BJPയുടെ ഉത്തരേന്ത്യൻ വോട്ട് ബാങ്കിന് തന്നെയായിരിക്കും. സ്ത്രീകളുടെ അവകാശത്തെ വോട്ട് തട്ടാനുള്ള ആയുധമാക്കുന്ന BJP സർക്കാരിന്റെ ഈ ചതിക്കുഴിയെക്കുറിച്ച് നിങ്ങൾ എന്താണ് കരുതുന്നത്? ദക്ഷിണേന്ത്യയെ ഒറ്റപ്പെടുത്തുന്ന ഈ നീക്കം തടയപ്പെടേണ്ടതല്ലേ? നിങ്ങളുടെ ചിന്തകൾ താഴെ കമന്റ് ചെയ്യുക.